ദ ജേർണലിസ്റ്റിലേക്ക് എൻ്റെ ഫോട്ടോ എടുത്താൽ ഞാൻ നിങ്ങളുടെ കരണക്കുറ്റി അടിച്ച് പൊളിക്കും പറഞ്ഞത് സുരേഷ് ഗോപി അല്ല കേട്ടോ. കാണാം. എന്റെ പൊന്നെ, ഇത് ആരാണ് ഈ പിടുത്തം വിട്ട് നിൽക്കുന്നത്? ആരാണ് ഈ പച്ചയ്ക്ക് ചീത്ത വിളിക്കുന്നത്? നാളെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ഇപ്പോഴേ വിജയിച്ചു എന്ന മട്ടിൽ ആഹ്ലാദ പെരുമ്പറ മുഴക്കവുമായി ജഗജില്ലയായി മുന്നോട്ട് പോയിരുന്ന ശോഭാ സുരേന്ദ്രൻ്റെ നടു റോഡിൽ വെപ്രാളപ്പെട്ട് രോഷാകുലയായി ഉറഞ്ഞു തുള്ളി ഒരു പാവം പയ്യൻ്റെ കരണക്കുറ്റി അടിച്ച് പൊളിക്കുമെന്ന് പറഞ്ഞ് അവൻ്റെ വണ്ടിയിലേക്ക് പാഞ്ഞു വരികയാണ്. ആന കരിമ്പും കാട്ട് കയറിയ പോലെ എന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ പല പ്രയോഗങ്ങളുമുണ്ട്. സാന്ദർഭികമായി ഓർത്തു പോയതാണ് ശോഭേച്ചിനെ പറഞ്ഞതല്ല. പക്ഷേ എന്താ ഇപ്പം സംഭവിച്ചത്? താങ്കൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, താങ്കൾക്കെതിരെ എതിരാളികൾ നുണപ്രചാരണം നടത്തിയതാണെങ്കിൽ എന്തിനാണ് താങ്കൾ ഇത്രയും മോശമായ രീതിയിൽ ഒരു പൊതുപ്രവർത്തക എന്ന നിലയിൽ, അതിലുപരി ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം, സാധാരണ ജനങ്ങളെ ഭീഷണിപ്പെടുത്തുക, അവർക്ക് നേരെ തട്ടിക്കയറുക, നിന്നെ ശരിപ്പെടുത്തി കളയുമെന്ന് അങ്ങോട്ട് ആക്രോശിക്കുക, ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താണ്? അതിനാദ്യം തന്നെ BJPയും ശോഭാ സുരേന്ദ്രനും ഒക്കെ ഒരു വിശദീകരണം നൽകേണ്ടതുണ്ട്. പിന്നെ എൻ്റെ ഫോട്ടോ എടുത്താൽ ശരിപ്പെടുത്തി കളയുമെന്നുള്ള ഭാഷ, അതൊരു പൊതുപ്രവർത്തകയ്ക്ക്, പ്രത്യേകിച്ച് ഒരു സ്ഥാനാർത്ഥിക്ക് എത്രത്തോളം ഭൂഷണമാണ് മാഡം? നിങ്ങൾ ഇത്രയും നാൾ പാലക്കാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് റാലികൾ നടത്തിക്കൊണ്ട് ജനങ്ങളെ കണ്ടുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയപ്പോൾ അന്നൊക്കെ എത്രയോ ആളുകൾ മൊബൈൽ ഫോട്ടോ എടുത്തു, എത്രയോ ആളുകൾ വീഡിയോ പിടിച്ചു, എത്രയോ ആളുകൾ പോസ്റ്റുകൾ ഇട്ടു, എത്രയോ ആളുകൾ നിങ്ങളെ ട്രോളി, എന്നിട്ടൊന്നും നിങ്ങൾക്കൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ മാത്രം, അതും ഓരോ സ്ഥാനാർത്ഥിയും ഓരോ സെക്കൻഡും ഓരോ മിനിറ്റും അത്രയും അമൂല്യമാണ് എന്ന് കരുതുന്ന ഈ അവസാന നിമിഷം എന്തിനാണ് നിങ്ങളിങ്ങനെ വിറളി പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത്? മാങ്കൂട്ടം പറയും അതിൻ്റെ കാരണം എന്താണെന്ന്. രാഹുൽ മാങ്കൂട്ടത്തിൽ നോക്കൂ, രാഹുലിൻ്റെ പോസ്റ്റ് ശ്രീമതി ശോഭാ സുരേന്ദ്രനോടാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിങ്ങളുടെ സഹപ്രവർത്തകർ പാലക്കാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വോട്ടിനായി പണം ഒഴുക്കുന്നു എന്ന് കേട്ടിരുന്നു. ഒരു വിഷ്വലും രാഹുൽ പങ്കുവച്ചിട്ടുണ്ട്, ഇതാ കാണുക. ഒരു സ്ത്രീ പോയിട്ട് ഒരു വീട്ടിലാർക്ക് ഒരു ബാഗുമായിട്ട് ചെല്ലുന്നു, എന്നിട്ട് പൈസ കൊടുക്കുന്നു, എന്നിട്ട് നേരെ ഓടുന്നു, ശോഭാ സുരേന്ദ്രൻ്റെ വണ്ടിയിൽ കയറുന്നു. ആ വീഡിയോ അടക്കമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. നോക്കുക, ഇന്ന് നിങ്ങളുടെ ഒപ്പം വാഹനത്തിൽ വന്ന് നിങ്ങളുടെ വിശ്വസ്ത പോലും നിങ്ങൾ പോകുന്ന വീടുകളിൽ പണം കൊടുക്കാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങളാണ്. ദൃശ്യങ്ങൾ പകർത്തിയ താങ്കളുടെ മകൻ്റെ പ്രായമുള്ള കുട്ടിയോട് താങ്കൾ പറഞ്ഞത് മുഖമടിച്ച് പൊളിക്കുമെന്നാണ് ശ്രീമതി ശോഭ താങ്കൾ പറഞ്ഞത്. പാലക്കാട് മതേതരമെന്നാണ്. പണം കൊടുത്തു വാങ്ങാൻ പറ്റുന്നതല്ല പാലക്കാടിൻ്റെ ജനാധിപത്യ ബോധവും മൂല്യവും. കയ്യിൽ കുറേ പണമുണ്ടെങ്കിൽ അത് ആളുകൾക്ക് കൊടുത്തോളൂ, പക്ഷേ അതുകൊണ്ട് അവരുടെ വോട്ട് വാങ്ങാമെന്ന് വിചാരിക്കേണ്ട. ഈ പണത്തിന് മേലെ പാലക്കാട് പറക്കും, പിഷാരടി ജയിക്കും, ഇത് പാലക്കാടിൻ്റെ ഉറപ്പ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. അതിനുശേഷം എന്താണ് സംഭവമെന്ന്, കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടും പാലക്കാടിൻ്റെ MLA എന്ന നിലയിൽ ഒരു ഉറച്ച കോൺഗ്രസ്സുകാരനായി ശോഭാ സുരേന്ദ്രനെ ശോഭാ സുരേന്ദ്രന് നേരെ കടന്നാക്രമിച്ച് രമേശ് പിഷാരടിക്ക് വിജയസാധ്യത ഒരുക്കുന്ന വിധത്തിൽ, BJPക്ക് കനത്ത പ്രഹരമേൽപ്പിക്കുന്ന വിധത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അതിനിർണായകമായ ഒരു ഇടപെടലാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. എന്നിട്ട് നോക്കുക, രാഹുൽ പറയുന്നത് ഇതുകൂടി കേട്ടാൽ പാലക്കാട്ടെ വോട്ടർമാരെ അവർ ചിന്തിക്കും, അവർ ശോഭയ്ക്കുള്ളത് കൊടുക്കും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. രാഹുലിൻ്റെ വാക്കുകൾ കേൾക്കാം. ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിൽ ചില മാധ്യമപ്രവർത്തകർക്കൊക്കെ ആ വിഷ്വൽസ് കിട്ടിയിട്ടുണ്ട്, ബാക്കിയുള്ള ആളുകൾക്കായിട്ട് തരികയും ചെയ്യാം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എന്തായാലും ദയനീയമായി പരാജയപ്പെടും എന്ന് ബോധ്യമുള്ള ബിജെപിയുടെ പ്രവർത്തകർ പാലക്കാടിന്റെ വിവിധ ഭാഗങ്ങളിൽ പണമൊഴുക്കിയിട്ട് എങ്ങനെയെങ്കിലും ജയിക്കാൻ പറ്റുമോ എന്നുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് പലയിടത്തായിട്ട് പല വോട്ടർമാരും നമ്മളോടൊക്കെ വിളിച്ചു പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്, ജനപ്രതിനിധി എന്ന നിലയിൽ. പക്ഷേ ഇന്ന് കണ്ട ഏറ്റവും ജനാധിപത്യത്തിന്റെ വിരുദ്ധമായ കാഴ്ച എന്ന് പറയുന്നത് പാലക്കാട്ടെ BJPയുടെ സ്ഥാനാർത്ഥി ശ്രീമതി ശോഭാ സുരേന്ദ്രൻ. അവർ ഇന്ന് നിശബ്ദ പ്രചരണത്തിന്റെ ഭാഗമായി വിവിധ ഭവനങ്ങൾ സന്ദർശിക്കുകയാണ്. അവർ പോകുന്ന വീടുകളിലെല്ലാം അവരുടെ വാഹനത്തിൽ ഒപ്പം പോകുന്നവരുടെ ഏറ്റവും വിശ്വസ്തയായ സഹായിയായ സഹപ്രവർത്തക, ആ സഹപ്രവർത്തക ഇവർ പോയതിന്റെ തൊട്ടു പിന്നാലെ ഈ വീടുകളിൽ പണം കൊടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്.
ഇന്നിപ്പോൾ പാലക്കാട് കണ്ണാടിയിൽ തെരുവക്കുറിശ്ശിയിൽ ഇങ്ങനെ പണം ശ്രീമതി ശോഭാ സുരേന്ദ്രനോടൊപ്പം പോയ ആളുകൾ വിതരണം ചെയ്യുന്നത് കണ്ട് അവരുടെ പിന്നാലെ പോയി ചോദ്യം ചെയ്യാൻ ശ്രമിച്ച് ആ ദൃശ്യങ്ങൾ പകർത്തിയ ശ്രീമതി ശോഭാ സുരേന്ദ്രന്റെ മകന്റെ പ്രായമുള്ള ഒരു കുട്ടിയോട് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് നിന്റെ മുഖം അടിച്ചു പൊളിക്കുമെന്നാണ്. ആ വിഷ്വൽസും തരാം. തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വളരെ സോഫ്റ്റ് സ്പോക്കണായി അഭിനയിച്ചുകൊണ്ടിരുന്ന ശ്രീമതി ശോഭാ സുരേന്ദ്രൻ അവരുടെ റിയൽ അഗ്രസീവ് ക്യാരക്ടർ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു കള്ളം പിടികൂടിയ ആളോട് മുഖം അടിച്ചു പൊളിക്കുമെന്ന് പറയുന്ന ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് നിൽക്കുന്ന സാഹചര്യത്തെ പാലക്കാട് വളരെ ഗൗരവത്തോടുകൂടി തന്നെ കാണും. പാലക്കാടിന്റെ മണ്ണിന്റെ പ്രത്യേകത മതേതരത്വത്തിന് വല്ലാതെ പ്രാധാന്യം കൊടുക്കുന്നൊരു മണ്ണാണ്. പണക്കൊഴുപ്പ് കൊണ്ടോ കോടികൾ മറിച്ചാലോ പാലക്കാട്ട് ആ മതേതര മൂല്യം ഉള്ള മനുഷ്യന്മാരുടെ മനസ്സിനെ പർച്ചേസ് ചെയ്യാൻ കഴിയില്ല. പാലക്കാട്ടൊന്ന് വോട്ട് പർച്ചേസ് ചെയ്യാൻ കഴിയില്ല. കൊടുക്കുന്ന പണം അത്രയും വേസ്റ്റ് ആവുകയുള്ളൂ. പിന്നെ ആർക്കെങ്കിലും അതുകൊണ്ട് പ്രയോജനം കിട്ടുകയാണെങ്കിൽ നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും പാലക്കാട് മതേതര ചേരിക്ക് ജയിക്കാൻ കഴിയൂ. അവിടെ ഈ വർഗീയതയ്ക്ക് പണം മുടക്കിയാലും വർഗീയത ജയിക്കില്ല എന്ന് BJPയുടെ സ്ഥാനാർത്ഥി ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കുമെന്നാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത്. നോക്കുക, ഇത്രയും കൃത്യമായി വ്യക്തമായി BJPക്ക് കനത്ത പ്രഹരമേൽപ്പിക്കുന്ന വിധത്തിൽ ഒരൊറ്റ കോൺഗ്രസ് നേതാവിന് പോലും ഇങ്ങനെ സംസാരിക്കാൻ കഴിയില്ല. എത്ര കൃത്യമായാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കാര്യങ്ങൾ പറഞ്ഞത്. അങ്ങനെ പറയാനുള്ള എല്ലാ അവകാശവും രാഹുലിനുണ്ട്. കാരണം BJPയെ തൂത്തെറിഞ്ഞ് പാലക്കാട് മണ്ഡലത്തിലെ ഏറ്റവും റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിച്ചയാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതുകൊണ്ട് തന്നെ മാങ്കൂട്ടത്തിന് അത് പറയാം. നോക്കുക, രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതിൽ ചില കാര്യങ്ങളുണ്ട്. എന്തൊരു വലിയ അഗ്രഷനാണ്, എത്ര വലിയ അഗ്രസീവായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ശോഭാ സുരേന്ദ്രൻ കാണിച്ചത്. അതായത് ഇത്രയും നാൾ ജനങ്ങളുടെ മുന്നിൽ ചിരിച്ചും സഭ്യതയോടെ നിന്നും കടുകട്ടി പ്രയോഗങ്ങൾ നടത്തിയും ഒരു സാധു സ്ത്രീ എന്ന നിലയിൽ ഒരു പരിവേഷം എടുത്തണിഞ്ഞുമൊക്കെ മുന്നോട്ട് പോയ ശോഭയുടെ യഥാർത്ഥ ക്യാരക്ടറാണ് ഈ ഒരു ഘട്ടത്തിൽ കണ്ടത് എന്നുള്ള രാഹുലിൻ്റെ ഈ വാക്കുകൾ അത് കൃത്യമായി പാലക്കാട്ടെ വോട്ടർമാരുടെ മനസ്സിൽ കയറും. കാരണം പാലക്കാട് വലിയ സ്വാധീനമുള്ള നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ, ഒരു സംശയവും വേണ്ട. അതുകൊണ്ടാണ് പലതവണ CPM-ഉം BJP-യും വളഞ്ഞിട്ട് ആക്രമിച്ചിട്ടും പാലക്കാട്ടെ വോട്ടർമാരുടെ വീടുകളിലൂടെ അല്ലെങ്കിൽ അവരുടെ ഇടയിലേക്ക് ജനമധ്യത്തിൽ ഇറങ്ങിച്ചെന്ന് ഒരു MLA എന്ന നിലയിൽ തൻ്റെ മണ്ഡലത്തിലെ ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ പൂർത്തീകരിക്കാൻ രാഹുലിന് സാധിച്ചത്. ഒരു MLA എന്ന നിലയിൽ രാഹുലിനെതിരെ അവിടെ ആർക്കും ഒരു പരാതിയുമില്ല. അതുതന്നെയാണ് ശോഭ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. പക്ഷെ രാഹുൽ പാർട്ടിയിലില്ല എന്നുള്ളത് കൊണ്ട്, കോൺഗ്രസ് രാഹുലിനെ മാറ്റി നിർത്തി എന്നുള്ളത് കൊണ്ട് കോൺഗ്രസിന് മേലൊരു വിജയം നേടാമെന്ന് ശോഭയ്ക്ക് ഒരു അമിത ആത്മവിശ്വാസം ഉണ്ടായിരുന്നു, BJPക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ അതും തകർന്ന് തരിപ്പണമാകുന്ന വിധത്തിലാണ് അവസാന നിമിഷം രാഹുലിൻ്റെ ഈ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയേണ്ടി വരും. ഈ വീഡിയോകൾ ശേഖരിച്ചതും സംപ്രേഷണം ചെയ്തതും അടക്കമുള്ള കാര്യങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിന് നിർണായകമായ പങ്കുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയെങ്കിൽ കോൺഗ്രസ് തന്നെ പുറത്ത് നിർത്തിയപ്പോഴും കോൺഗ്രസിന് വേണ്ടി നിർണായകമായൊരു നീക്കം നടത്താൻ തനിക്ക് സാധിച്ചുവെന്ന് ഈ നേതൃത്വത്തെ ബോധ്യപ്പെടുത്താൻ കൂടി രാഹുലിന് ഈ അവസരം വിനിയോഗിക്കാൻ കഴിയും, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ കഴിയും. എന്തായാലും ഇതോടുകൂടി രമേശ് പിഷാരടിയുടെ ജയസാധ്യത കുതിച്ചുയരുകയാണ് എന്ന് തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനു മുമ്പ് രമേശ് പിഷാരടി തൻ്റെ സഹപ്രവർത്തകരോടൊപ്പം ഒരു ക്ഷേത്രത്തിൽ പോകാൻ ശ്രമിച്ചപ്പോൾ അവിടുത്തെ BJPയുടെ പ്രാദേശിക ആളുകൾ അവർ പിഷാരടിയെ തടഞ്ഞ് നടത്തിയ ഫാസിസം എത്രത്തോളം ഭീകരമാണ് എന്ന് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ ഇത്തരം നടപടികൾ, ഈ അഗ്രസീവായിട്ട് തട്ടിക്കയറുന്ന ഫാസിസ്റ്റ് മനോഭാവം ഉള്ളിൽ വെച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ BJPക്ക് കനത്ത തിരിച്ചടി തന്നെയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ശോഭാ സുരേന്ദ്രനെ വീഴ്ത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി അവരോട് സ്നേഹം നടിച്ച് ഒപ്പം നടക്കുന്ന ചില ആളുകൾക്ക് കൂടി ഇത്തരം നീക്കങ്ങളിൽ പങ്കുണ്ട് എന്ന തരത്തിലുള്ള പ്രചാരണവും സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ നടപടി സ്വീകരിച്ചിട്ടില്ല. LDF-ഉം UDF-ഉം പരാതി നൽകിയിട്ടുണ്ട്. ഈ കൈക്കൂലി നൽകപ്പെട്ടു അല്ലെങ്കിൽ വാങ്ങി എന്ന് പറയുന്ന വൃദ്ധയോട് മാധ്യമങ്ങൾ ചോദിച്ച ആദ്യഘട്ടത്തിൽ ഏറെക്കുറെ പണം കിട്ടിയെന്ന് സ്ഥിരീകരിക്കുന്ന രീതിയിലാണ് അവർ പ്രതികരിച്ചതെങ്കിൽ പിന്നീട് മാധ്യമങ്ങൾ വന്നപ്പോൾ അവരുടെ വീട്ടുകാരൊക്കെ വന്ന വൃദ്ധയെ മറ്റൊരു വഴിയിലേക്ക് വഴിതിരിച്ചു വിടുകയായിരുന്നു. എന്തായാലും വോട്ട് നേടാൻ പണം കൊടുത്തു എന്ന ഗുരുതരമായ ആരോപണം BJPക്ക് വലിയ ക്ഷീണമാണ്. ഇത്രയും നാൾ BJP പാലക്കാട് പിടിച്ചു എന്ന മട്ടിൽ നടന്നിരുന്ന ശോഭാ സുരേന്ദ്രന് അത് വലിയ നാണക്കേട് കൂടിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും അവസാന മണിക്കൂറുകളിൽ ഇത് പരമാവധി പ്രചാരണ ആയുധമാക്കാൻ തന്നെയാണ് കോൺഗ്രസിൻ്റെ തീരുമാനം. ഷാഫി പറമ്പിലും രമേശ് പിഷാരടിയും ഒക്കെ ഈ വിഷയം കാര്യമായി ഏറ്റെടുത്ത് വ്യക്തമായി പ്രചരിപ്പിക്കുന്നുണ്ട്. എന്തായാലും പാലക്കാട്ടെ വോട്ടർമാരെ ഒന്നുകൂടി കാണുക നിങ്ങൾ. ശോഭാ സുരേന്ദ്രൻ
തൻ്റെ വീഡിയോ എടുത്ത ഒരാളോട് എങ്ങനെയാണ് പ്രതികരിച്ചത്, തട്ടിക്കയറിയത് എന്നുള്ളത്. ഒരു പൊതുപ്രവർത്തക, ഒരു സ്ഥാനാർത്ഥി തൻ്റെ വീഡിയോ എടുക്കുന്നവരോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത്, എന്തിന് ഇങ്ങനെ അഗ്രസീവായി പെരുമാറി എന്നതിന് ഇപ്പോഴും ഉത്തരവില്ല. കാരണം ശോഭാ സുരേന്ദ്രൻ നടത്തുന്ന റാലികൾ, പൊതുസമ്മേളനങ്ങൾ, അവിടെയൊക്കെ ഒരുപാട് പേർ മറ്റു പാർട്ടികളിൽപ്പെട്ടവരായാലും ട്രോളാൻ വേണ്ടിയിട്ടായാലും ഒക്കെ ആളുകൾ മൊബൈലിൽ വീഡിയോ എടുക്കുന്നത്. അന്നൊന്നുമില്ലാത്തൊരു പ്രശ്നം ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ ഉണ്ടാകണമെങ്കിൽ കൊള്ളേണ്ടത് എവിടെയൊക്കെയോ കൃത്യമായി കൊണ്ടതിൻ്റെ അസ്കിതയാണ് എന്ന് തന്നെ പാലക്കാട്ടെ വോട്ടർമാർ മനസ്സിലാക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇത് ശോഭാ സുരേന്ദ്രൻ്റെ വലിയ പതനത്തിനുള്ള സൂചനയായി തന്നെ കാണേണ്ടി വരും. രാഹുൽ മാങ്കൂട്ടം അതിശക്തമായ ഇടപെടൽ നടത്തി ഒരു വലിയ നീക്കം നടത്തി കോൺഗ്രസിന് ഒരു വലിയ മുന്നേറ്റം സമ്മാനിക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്.